അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കും പോലെ അതാ വിളിച്ചു തേടുകയാണ് നിങ്ങൾ മഹത്തുക്കളോടും. അൻതാ ഗാഫിറുൽ ഖതായാ അൻതാ ഗാഫിറുൽ ഖതായാ സിബ്താ സയ്യിദിൽ ബറായാ യാ സയ്യിദി ഇബ്രാഹിം ഗൗസി. ഓ ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ശാഹ, നിങ്ങളാണ് പാപം പൊറുക്കുന്നവൻ, അങ്ങാണ് ഒരുപാട് ഒരുപാട് ഔദാര്യങ്ങളെ എനിക്ക് വാരിക്കോരി തരുന്നവൻ അങ്ങാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? പാപം പുറത്ത് കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോടല്ലാതെ പറയാമോ? അല്ലാഹുവല്ലേ പാപം പൊറുക്കുന്നവൻ, ഗാഫിറുൽ ദംബി വഖാബിലുത് തൗബി. അല്ലാഹുവല്ലേ തൗബ സ്വീകരിക്കുന്നവൻ, അല്ലാഹയല്ലേ പാപം പൊറുക്കുന്നവൻ, അല്ലാഹുവിനോടല്ലേ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറയുന്നത് എന്താണെന്നോ? ബാപ്പാനോട് മക്കള് തെറ്റ് ചെയ്താ ബാപ്പാ പൊറുക്കണേന്ന് പറയാറില്ലേ? അല്ലാ പൊറുക്കണേന്ന് പറയും പോലെ ബാപ്പാ പൊറുക്കണേന്ന് പറയാറില്ലേ? അള്ളാനോട് പൊറുക്കണേ പറയും പോലത്തെ ഒരു ശൈലി ബാപ്പനോടും പൊറുക്കണേന്ന് പറഞ്ഞാ മുശ്രിക്കാകുമോ മൗലവി? നിങ്ങൾ എവിടെയാണ് മൗലവി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്താദുമാരോട് ശിഷ്യന്മാര് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നുപോയാ ഉസ്താദേ പൊറുക്കണം, ഉസ്താദേ മാപ്പാക്കണം എന്ന് പറയാറില്ലേ? ഇതുപോലെ തന്നെയാണ് ഇബ്രാഹിം ബാദ്ശായോടും പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ? ആർക്കാണ് ഇത് മനസ്സിലാകാത്തത്? ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ശായെ വിളിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ പാപം പൊറുക്കുന്നയാളാ, പാപം പൊറുക്കണേ എന്ന് പറയുന്നതും ഒരു തെറ്റ് ചെയ്ത കുട്ടി പാപ്പനോട് പോയിട്ട് ഉപ്പാക്ക് അരോചകമായ വല്ലതും ഈ പൊന്നുമോന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം പാപ്പാ, മാപ്പാക്കണേ ഉപ്പാ എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണെന്നുള്ള സമർത്ഥനം ആർക്കാണ് ആ വ്യാഖ്യാന ഗതികേട് മനസ്സിലാവാത്തത്? അതുകൊണ്ട് സഹോദരന്മാരെ, അതൊന്നും ഇങ്ങനെ പരത്തി ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബോധ്യമാണ്. മരണപ്പെട്ടു പോയ ഇബ്രാഹിം ബാദ്ശായെ വിളിച്ചുകൊണ്ട് പാപം പൊറുക്കണേ എന്ന് പറയുന്നതും ജീവിച്ചിരിക്കുന്ന ബാപ്പനോട് പോയിട്ട് ബാപ്പാ വല്ലതും ഞാൻ അങ്ങേക്ക് പറ്റാത്തത് ചെയ്തെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണം ഉപ്പാ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെയാണെന്ന് സമർത്ഥിക്കുന്ന ഈ സമർത്ഥനം കൊണ്ട് ഏറെക്കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല കേട്ടോ. സമൂഹം ഉണർന്നിരിക്കുന്നു, ഉമ്മപെങ്ങന്മാര് ഉണർന്നിരിക്കുന്നു. ജാഗ്രതയുള്ള സമൂഹത്തോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണേ. എന്നെന്താ